നമസ്കാരം. നമസ്കാരം. സാറേ, അപ്പം നമുക്കിന്ന് കുട്ടനാട് മണ്ഡലത്തിനെ മൊത്തത്തിലൊന്ന് അപഗ്രഥിക്കാം. കുട്ടനാട് നിയമസഭാ അതെ, മണ്ഡലം. കുട്ടനാട് നിയമസഭാ മണ്ഡലം. കുട്ടനാട് നിയമസഭാ മണ്ഡലം മൊത്തത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു സോഷ്യലായിട്ടും എല്ലാ തരത്തിലും അതിൻ്റെ ഒരു സംസ്കാരവുമായിട്ടും ഏത് മുന്നണിക്കാണ് സാധ്യത കൂടുതൽ? കുട്ടനാട് മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഉം. ദീർഘകാലമായി ഇടതുമുന്നണിയുടെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റാണ്. അത് ഏറെക്കാലം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇടതുപക്ഷത്തായിരുന്നപ്പോൾ ഉം. അവരുടെ സീനിയർ നേതാവായിരുന്ന ഡോക്ടർ KC ജോസഫ് ആയിരുന്നു അവിടെ MLA. പിന്നീട് UDF ഈ സീറ്റ് ലഭിക്കുന്നത് 2006 ഉം. തോമസ് ചാണ്ടിയിലൂടെയാണ്. അതായത് കരുണാകരൻ കോൺഗ്രസ് വിട്ട് വേറെ പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അവർ UDF സഖ്യത്തിൽ ഏർപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2006 തെരഞ്ഞെടുപ്പിൽ കരുണാകരൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റിൽ നിന്ന് മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അത് കുട്ടനാട്ടിൽ നിന്നായിരുന്നു. എന്നാൽ പിന്നീട് 2011 16 തോമസ് ചാണ്ടി മത്സരിച്ചത് ഇടതുമുന്നണിയുടെ ഭാഗമായി NCPയുടെ പ്രതിനിധിയായിട്ടാണ്. ഈ 3 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചു. 16-21 കാലഘട്ടത്തിലെ പിണറായി വിജയൻ മന്ത്രിസഭയിലും അദ്ദേഹം അംഗമായിരുന്നു. ആ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മരണമടഞ്ഞു. എന്നാൽ പൊതു തിരഞ്ഞെടുപ്പിന് ഒരു വർഷത്തിൽ താഴെ കാലയളവ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് അന്ന് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ല. പിന്നീട് 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ സഹോദരനായ തോമസ് K തോമസ് NCPയുടെ പ്രതിനിധിയായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. എന്നാൽ ഇപ്പോൾ കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ച് നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ UDF വലിയ സാധ്യതകളുള്ളൊരു മണ്ഡലമാണ് കുട്ടനാട് എന്നുകൂടി വിലയിരുത്തേണ്ടി വരും. അവിടെ ഒരു സാമൂഹ്യ ഘടന എടുത്തു നോക്കിയാൽ 40% വോട്ടർമാർ ക്രൈസ്തവർക്കിടയിലെ സീറോ മലബാർ കത്തോലിക്കരാണ്. വേറൊരു 40% വോട്ടർമാർ ഈഴവ സമുദായ അംഗങ്ങളാണ്, ഹൈന്ദവരായ ഈഴവ സമുദായ അംഗങ്ങളാണ്. ഇതിൽ UDF ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ കത്തോലിക്ക വോട്ടുകളും LDF പ്രത്യേകിച്ച് CPM ഒരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഈ ഈഴവ വോട്ടുകളുമാണ്. സ്വാഭാവികമായും നല്ലൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ UDF പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട്. അതായത് ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു മണ്ഡലമാണ് കുട്ടനാട്. ഒരു 2000-3000 അപ്പുറം വീഴാം. അങ്ങനെയല്ല, ഞാൻ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കാര്യം എടുത്തു നോക്കിയാൽ വലിയ ഇടതു തരംഗം സംസ്ഥാനത്ത് അലയടിച്ചപ്പോഴും ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥി കേവലം 5000-ൽ താഴെ വോട്ടുകൾക്കാണ് കുട്ടനാട് സീറ്റിൽ പരാജയപ്പെട്ടത്. അന്ന് മത്സരിച്ചത് ജേക്കബ് എബ്രഹാമാണ് പരാജയപ്പെട്ടത്. അതുകൊണ്ട് രണ്ട് മുന്നണികൾക്കും തുല്യ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് വേണം കുട്ടനാടിനെ വിലയിരുത്തുവാൻ. UDF പലപ്പോഴും പറ്റുന്ന പോരായ്മ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ തന്നെയാണ്. അപ്പോൾ ഒറ്റ വാക്കി ചുരുക്കി പറഞ്ഞാൽ കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് അവിടെ നിന്ന് ആരും ജയിച്ചിട്ടില്ല. കൈപ്പത്തി ചിഹ്നത്തിൽ നിന്ന് സമീപ ഭാവിയിൽ അവിടെ നിന്ന് ആരും ജയിച്ചിട്ടില്ല. സമീപ ഭാവിയിൽ ജയിച്ചിട്ടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പൊതുവെ നമുക്കറിയാം, ഇപ്പം KC ജോസഫ് ജയിച്ച കാര്യം സാർ ഇപ്പം പറഞ്ഞു. KC ജോസഫ് എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിലായിരുന്നു. അതെ. പൊതുവെ ഇപ്പൊ UDF അതുപോലെ തന്നെ കോൺഗ്രസും ദുർബലപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് മൊത്തത്തിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ സീറ്റ് ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ? കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന് പ്രാദേശികമായ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വലിയ മുറവിളി ഇവിടെ ഉയരുന്നുണ്ട്. അവർ പറയുന്നത് ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്ത് കത്തോലിക്ക വിഭാഗത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇവിടെ നിർത്തിയാൽ വലിയ വിജയസാധ്യതയുണ്ടെന്നാണ്. പക്ഷേ ഇതിന് ഒരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ജോസഫ് ഗ്രൂപ്പ് കഴിഞ്ഞ വട്ടം 10 സീറ്റുകളിലാണ് മത്സരിച്ചത്. അതിൽ കോട്ടയം ജില്ലയിൽ അവർ മത്സരിച്ച ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ ഈ വട്ടം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് ജില്ലാ നേതൃത്വം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 സീറ്റ് ഏറ്റെടുക്കുന്നു. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെതിരെ കഴിഞ്ഞ വട്ടം ഫ്രാൻസിസ് ജോർജാണ്. ആ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് മുറവിളി ഉയരുന്നുണ്ട്. ഇപ്പോൾ കുട്ടനാട് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് മുറവിളി ഉയരുന്നു. ഒരു മുന്നണി സമവാക്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ജോസഫ് ഗ്രൂപ്പിനും മത്സരിക്കാൻ സീറ്റുകൾ ഉണ്ടാവേണ്ടതാണ് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന എല്ലാ സീറ്റുകളും കോൺഗ്രസ് ഏറ്റെടുക്കുക എന്നത് പ്രായോഗികമല്ല. എന്നിരുന്നാൽ പോലും അവിടെ കുട്ടനാട്ടിൽ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണം എന്ന് പറയുന്നതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. അതായത് ഇപ്പോൾ ജോസഫ് വിഭാഗത്തിൽ നിന്ന് അവിടെ സ്ഥാനാർത്ഥിയായി ഉയർന്നു കേൾക്കുന്ന പേര് റെജി ചെറിയാൻ എന്ന വ്യക്തിയുടേതാണ്. അദ്ദേഹം വലിയ ധനാഢ്യനാണ്. ആലപ്പുഴ റമദ റിസോർട്ടുകളുടെ ഉടമയാണ് അദ്ദേഹം. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ധാരണ ശരിയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ, ഗൾഫ് മേഖലയിൽ ഒരു സ്കൂളുകളുടെ ശൃംഖലയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. ദീർഘകാലം NCPയിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിലേക്ക് ചൂട് മാറുകയും ജോസഫ് ഗ്രൂപ്പിന്റെ സംസ്ഥാന വൈസ് ചെയർമാൻ ആകുകയും ചെയ്തിട്ടുണ്ട്.
അദ്ദേഹം വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യമോ ജനസേവന പാരമ്പര്യമോ ഒന്നുമില്ലാത്തൊരു വ്യക്തി MLA സ്ഥാനം ലക്ഷ്യമിട്ടാണ് ജോസഫ് ഗ്രൂപ്പിൽ ചേർന്നത് എന്ന ആക്ഷേപം കോൺഗ്രസ്സുകാർ അവിടെ ഉയർത്തുന്നു. പഴയ ആയാറാം ഗയാറാം പൊളിറ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പടി കൂടി കടന്ന് ഇതൊരു പേയ്മെന്റ് സീറ്റാണ് എന്ന ആരോപണമാണ് കോൺഗ്രസ്സുകാർ ഉയർത്തുന്നത്. അവർ പറയുന്നതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട്. കാരണം ഒന്ന്, NCPയിൽ നിന്ന് ചുവടുമാറി ഇങ്ങോട്ടേക്ക് എത്തുന്നു. രണ്ട്, അദ്ദേഹം ഒരു ഓർത്തഡോക്സ് വിഭാഗക്കാരനാണ്. അപ്പോൾ ജാതി മത സമവാക്യങ്ങളും ഇദ്ദേഹത്തിന് അനുകൂലമല്ല. അദ്ദേഹം ജോസഫ് ഗ്രൂപ്പിന്റെ പാരമ്പര്യമുള്ള ഒരു പ്രവർത്തകനോ നേതാവോ അല്ല. എന്നിട്ടും ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അതൊരു പേയ്മെന്റ് സീറ്റാണ് എന്ന ആരോപണം കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തുന്നുണ്ട്. ഇത് UDF വലിയ വെല്ലുവിളിയാണ്. കാരണം വലിയ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകൾ മൂലം മണ്ഡലം കൈവിട്ടു പോകുന്ന സാഹചര്യം 2026 ഉണ്ടായാൽ ഒരുപക്ഷെ ഭരണം തന്നെ UDF കൈവിട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സീറ്റിന്റെ കാര്യത്തിലല്ല, പല സീറ്റുകളിലും ഇത് ആവർത്തിച്ചു. എന്നാൽ മുന്നണി മര്യാദകൾ കോൺഗ്രസിന് പാലിക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഈ കാര്യങ്ങളെല്ലാം ഗൗരവമായി കണക്കിലെടുത്തുകൊണ്ട് മറ്റൊരു അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ കണ്ടെടുത്തുവാൻ ഒരുപക്ഷെ ജോസഫ് ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടു. അത് സംഭവിച്ചിട്ടുമുണ്ട് കേട്ടോ. കാരണം 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിന്റെ ഫസ്റ്റ് ചോയ്സ് ഫ്രാൻസിസ് ജോർജ് കോട്ടയത്തായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ഫ്രാൻസിസ് ജോർജിനെ ഇവിടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവാനും അതുവഴി ജോസഫ് ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുമുള്ള സാധ്യതകൾ ഇവിടെ നിലനിൽക്കുന്നു. ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ നമുക്കറിയാം NCPക്ക് എത്രമാത്രം ആളുകളുണ്ടെന്ന്. NCP ചിഹ്നത്തിൽ ആള് മത്സരിച്ച് ജയിക്കുന്നുണ്ടെങ്കിലും കുട്ടനാട്ട് തോമസ് വിജയിച്ചിട്ടുണ്ടെങ്കിലും വോട്ടെല്ലാം CPM-ന്റെ വോട്ടുകൾ കിട്ടിയിട്ടാണ് ജയിച്ചിരിക്കുന്നത്. അല്ലാതെ NCPക്ക് ഇപ്പൊ എങ്ങും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ കെട്ടിവെച്ച കാശുപോലും തിരിച്ചു പിടിക്കാനുള്ള ത്രാണിയുള്ള ഒരു പാർട്ടിയൊന്നുമല്ല. പറയുമ്പോൾ ശരത് പവാറിന്റെ ഒക്കെ വലിയൊരു പാരമ്പര്യം അല്ല. അതിനകത്ത് ഒരു ചെറിയ വ്യത്യാസമുള്ളത്, തോമസ് ചാണ്ടിയുടെ ഒരു വ്യക്തിപ്രഭാവവും പണക്കൊഴുപ്പും അവിടെ വലിയ രീതിയിൽ ഈ സീറ്റ് പിടിച്ചെടുക്കുന്നതിൽ നിർണായകമായിട്ടുണ്ട്. അദ്ദേഹം UDF-ൽ നിന്നും LDF-ൽ നിന്നും ജയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാനത് പണം കൊടുത്ത് വാങ്ങുക എന്ന അർത്ഥത്തിലല്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില കഥകൾ പറയുന്നത്, ഏതെങ്കിലും ഒരു കോൺട്രാക്ടർക്ക് സർക്കാരിൽ നിന്ന് ബില്ല് മാറി കിട്ടാത്തതിന്റെ പേരിൽ അയാൾ മറ്റൊരു പണി വൈകിച്ചാൽ ആ പൈസ തോമസ് ചാണ്ടി അഡ്വാൻസ് ചെയ്യുമായിരുന്നു. എന്നിട്ട് സർക്കാരിൽ നിന്ന് കിട്ടുമ്പോൾ തിരികെ മടക്കി കൊടുത്താൽ മതിയായിരുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പണത്തിന്റെ ആനുകൂല്യവും കുട്ടനാട്ടിൽ വലിയൊരു ഘടകമായിരുന്നു. എന്നാൽ തോമസ് എന്ന് പറയുന്നത് ഒരു ഇടത് തരംഗത്തിന്റെ ആനുകൂല്യത്തിൽ ജയിച്ച വ്യക്തിത്വമാണ്. തോമസ് ചാണ്ടിയുടെ സഹോദരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ പൊതുവിൽ ഒരു പിണറായി തരംഗവും ഇടത് തരംഗവും 2021 ഉണ്ടായിരുന്നു. അതിന്റെ ആനുകൂല്യത്തിൽ അദ്ദേഹം വിജയിച്ച ആളാണ്. അപ്പൊ ഈ CPM-ൽ നിന്ന് തന്നെ ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന മുറവിളിയും ഉയരുന്നുണ്ട്. അതാണ് അതിലേക്കാണ് ഞാൻ വന്നത്. അതെ, CPM-ൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന വലിയ മുറവിളി ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ സമയത്തൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അവിടെയും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. NCPക്ക് നമുക്കറിയാമല്ലോ, കേരള നിയമസഭയിൽ 2 അംഗങ്ങളാണ്. ഒന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ, അദ്ദേഹം ഏലത്തൂരിൽ നിന്നാണ് വിജയിച്ചത്. പിന്നെയുള്ളത് തോമസ് കെ തോമസ് ഇന്ന് NCPയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അടുത്ത വട്ടം ഏലത്തൂർ സീറ്റിൽ ശശീന്ദ്രൻ മത്സരിക്കാനുണ്ടാവില്ല. ശശീന്ദ്രന്റെ അഭാവത്തിൽ, അദ്ദേഹത്തിന് 80 വയസ്സായി, ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ആ സീറ്റ് NCPക്ക് CPM വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. കുട്ടനാടിനേക്കാൾ CPM-ന്റെ ശക്തി കേന്ദ്രമായ ഏലത്തൂരിൽ നിന്ന് ആ സീറ്റ് ശശീന്ദ്രന്റെ അഭാവത്തിൽ മറ്റൊരാൾക്ക് CPM വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഘടകകക്ഷിയുടെ 2 സീറ്റും പിടിച്ചെടുക്കുക എന്നത് എത്രമാത്രം പ്രായോഗികമാണ്? പ്രത്യേകിച്ച് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ സിറ്റിംഗ് സീറ്റാണ്. അത് തന്നെയാണ് ഒരു പരിധിവരെ UDF-ന് ഇവിടെ വലിയ വിജയസാധ്യത ഉണ്ടാക്കുന്നത്. തോമസ് കെ തോമസിന്റെ ജനസ്വീകാര്യതയൊക്കെ വളരെ കുറവാണ്. തീർച്ചയായിട്ടും അദ്ദേഹം തോമസ് ചാണ്ടിയോളം ധനാഢ്യനല്ല. അദ്ദേഹത്തിന്റെ ആ ഇടപഴകൽ ശൈലിയെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ട്. പൊതുവിൽ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയ പരിവേഷമുള്ള നേതാവൊന്നുമല്ല. പാർട്ടിക്കുള്ളിലും അദ്ദേഹം PC ചാക്കോയോട് ചേർന്ന് ചില കലാപങ്ങൾ ഉണ്ടാക്കുകയും പിന്നീട് PC ചാക്കോയുടെ സ്ഥിതി അത്ര അനുകൂലമല്ല, അല്ലെങ്കിൽ സ്ഥിതി പരിങ്ങലായി എന്ന് കണ്ടപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ശശീന്ദ്രൻ പക്ഷത്തേക്ക് ചാടുകയും ചെയ്ത നേതാവാണ്. അതുകൊണ്ട് ക്രെഡിബിലിറ്റി ഇഷ്യൂവും അദ്ദേഹത്തിനുണ്ട്. ഇതൊക്കെ തന്നെയാണ് UDF-ന് കുട്ടനാട് മണ്ഡലത്തിൽ വലിയ സാധ്യത ഉണ്ടാക്കി കൊടുക്കുന്ന ഘടകങ്ങൾ. എന്നാൽ അവിടെയും സ്ഥാനാർത്ഥി നിർണയം ഒരു വെല്ലുവിളിയാണ്. ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന റെജി ചെറിയാനെ പോലൊരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാൻ എത്തുന്നതെങ്കിൽ ഒരുപക്ഷെ തോമസ് കെ തോമസ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. കാരണം CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കും സംഘടനാ ശക്തിയും സിറ്റിംഗ് MLA എന്ന ആനുകൂല്യവുമെല്ലാം
ഇടതുമുന്നണിക്ക് മുതൽക്കൂട്ടാകും. അതെ. UDF-ലാവട്ടെ ഈ പറയുന്ന റെജി ചെറിയാനെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ കോൺഗ്രസ്സുകാരൊക്കെ എത്രമാത്രം സഹകരിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. പിന്നെ റെജി ചെറിയാൻ അവിടെയുള്ള കുട്ടനാട്ടുകാരനല്ല എന്നൊരാക്ഷേപവും അവിടുന്ന് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാദേശികമായി കത്തോലിക്ക വിഭാഗത്തിൽ നിന്നോ ഈഴവ വിഭാഗത്തിൽ നിന്നോ പ്രാദേശികമായി സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി ജോസഫ് ഗ്രൂപ്പിന് മത്സരിക്കാനായാൽ അവിടെ ജയസാധ്യതയുണ്ട്. ഇനി അതല്ല, സീറ്റുകൾ കോൺഗ്രസ് വെച്ചു മാറുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് ലഭിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് മികച്ച സ്ഥാനാർത്ഥികളെ പ്രാദേശികമായി തന്നെ കണ്ടെത്താൻ പ്രാപ്തിയുള്ള ഒരു നിയോജക മണ്ഡലം കൂടിയാണ് കുട്ടനാട്. അപ്പൊ ഇതൊക്കെയാണ് കുട്ടനാടിനെ സംബന്ധിച്ചുള്ള പൊതു വിലയിരുത്തൽ എന്ന് പറയുന്നത്. നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരുപാട് അനുകൂല ഘടകങ്ങൾ UDF-ന് ഇപ്പോൾ ആ നിയോജക മണ്ഡലത്തിൽ നിലനിൽക്കുന്നു. എന്തായാലും റെജി ചെറിയാൻ തോമസ് കെ തോമസിന്റെ ഭാഗ്യ നക്ഷത്രമാകുമോ അല്ലാതാവുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. തോമസ് കെ തോമസിൽ നിന്ന് സീറ്റ് ഏറ്റെടുത്ത് CPM NCP ഇല്ലാതാകുമോ എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത അറബിയുടെ ഗതി ആവുമോ? അതെ, അതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അപ്പൊ അതാണ് കുട്ടനാടിന്റെ നമ്മുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചിന്തകൾക്കും മറ്റ് കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും പ്രേക്ഷകർ കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.